السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله يغفر لكم ذنوبكم والله غفور رحيم. صدق الله العلي العظيم. محمد لا نرى إلا شفاعته محمد خير داع عند مزدحم محمد يوم بعث الناس شافعنا محمد خاتم للرسل كلهم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ നാം നിർവഹിച്ചു വരുന്ന ഈ മഹത്തായ സംരംഭത്തെ നമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഇതിന്റെ ഒന്നാം ദിവസം മുതൽ ഇന്ന് വരേക്കും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് മാന്യ സഹോദരങ്ങൾ ദുആ ചെയ്യണം എന്നറിയിച്ചവരുണ്ട്. അല്ലാഹു തആല അവർക്കെല്ലാം റഹമായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രഗൽഭരായ മഹാന്മാരായ സയ്യിദന്മാർ അണിനിരക്കുന്ന പരിശുദ്ധമായ ദുആഇന്റെ മജ്ലിസ് സമാപന പരിപാടി ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വൽ 30-ന് നടക്കുകയാണ്. അല്ലാഹു തആല വിജയിപ്പിക്കുമാറാവട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ വലിയ മൗജിദത്തുകളിൽപ്പെട്ടതാണ് വളരെ കുറഞ്ഞ വെള്ളം കൊണ്ട് ധാരാളം ആളുകൾക്ക് കുടിപ്പിക്കാനും ധാരാളം ആളുകളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാനും ഒക്കെയുള്ള അവസരം അല്ലാഹുവിന്റെ റസൂൽ മുഖേന കൊടുക്കുക എന്നത്. ബഹുമാനപ്പെട്ട അബീ ജുഹൈഫ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖറജ അലൈന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളിലേക്ക് പുറപ്പെട്ടു ബിൽ ഹാജിറത്തി, ഉച്ച സമയത്ത്. അങ്ങനെ ഫഉതിയ ബി വദൂഇൻ, വുളൂ ചെയ്യാനുള്ള വെള്ളം കൊണ്ടുവന്നു. ഫതവല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളൂ ചെയ്തു. ഫജഅലൻ നാസു യഖുലൂന മിൻ വദൂഇഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വുളൂഇന്റെ വെള്ളം ജനങ്ങൾ പിടിക്കുകയാണ്. ഫയതമസ്സഹൂന ബിഹി, അതുകൊണ്ട് അവർ ശരീരത്തിൽ തടവുകയും ചെയ്യുന്നു. അല്ലാഹുവിന്റെ റസൂൽ വുളൂ ചെയ്ത വെള്ളം എടുത്തുകൊണ്ട് ശരീരത്തിൽ തടവാനും അതിന്റെ ബറക്കത്ത് നേടാനും മഹാന്മാരായ സ്വഹാബ കിറാം തയ്യാറാകുകയാണ്. വളരെ വലിയ ഒരു ചരിത്രമാണല്ലോ ഖന്ദഖിന്റെ കിടങ്ങുമായി ബന്ധപ്പെട്ട ചരിത്രം. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ ഖന്ദഖിന്റെ കിടങ്ങ് കുടിക്കുകയാണ്. കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വഹാബത്തും മഹാനായ റസൂലുള്ളാഹിയും ഒക്കെ വലിയ വിശപ്പിലും ദാഹത്തിലുമാണുള്ളത്. അന്നേരമാണ് വലിയ ഒരു പാറക്കല്ല് ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടത്. ഫജാഊ ഇലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ചെന്നിട്ട് പറയുന്നു, ഹാദിഹി ഖുദിയ ഫിൽ ഖന്ദഖി, ഖന്ദഖിൽ വലിയൊരു പാറക്കല്ല് കാണുന്നുണ്ട് നബിയെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സാരമില്ല, അനനാസിലു, ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. സുമ്മ ഖാമാ, പിന്നെ റസൂലുള്ളാഹി അതിനു വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഒരു പാറക്കല്ലെടുത്തുകൊണ്ട്, ഒരു കല്ലെടുത്തുകൊണ്ട് അവിടുത്തെ ശരീരത്തിൽ വെച്ച് കെട്ടുന്നു. 3 ദിവസമായി ഭക്ഷണം കഴിക്കാതെ ഒന്നും കുടിക്കാതെ അവർ വിഷമിച്ചുകൊണ്ട് കഴിയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ കോടാലി എടുത്തുകൊണ്ട് ആ പാറക്കല്ലിനെ വെട്ടുന്നു. ആ പാറക്കല്ലിനെ അടിച്ചപ്പോൾ അത് കഷ്ണം കഷ്ണമായി പൊടിയാകുകയാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ജാബിർ പറയുന്നു, ഭാര്യയോട് പറഞ്ഞു, അൽ ഹൽ ഇൻദകി ഷൈഉൻ, ഇവിടെ വല്ലതുമുണ്ടോ? മഹതിയായ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ അവിടെ നിന്ന് പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്ക് കൂടുതലായിട്ടൊന്നുമില്ല, ചെറിയൊരു തോൽപാത്രം, അതിൽ കുറച്ച് ഗോതമ്പിന്റെ പൊടിയുണ്ട്. തന്നെയുമല്ല, ചെറിയൊരു ആട്ടിൻകുട്ടിയും ഇവിടെ ഉണ്ടല്ലോ. അങ്ങനെ ആട്ടിൻകുട്ടിയെ ഞാൻ അറുത്തു, പൊടിയെല്ലാം മാവാക്കി വെക്കുകയും ചെയ്തു.
എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെന്നിട്ട് പറയുന്നു, നബിയേ, ചെറിയ ഒരു സദ്യ ഒരുക്കിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, എന്താ നിങ്ങൾ ഒരുക്കിയത്? ഞങ്ങൾ ആടിനെ അറുത്തുകൊണ്ട് ആ ആടിന്റെ മാംസം അടുപ്പത്ത് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. മാവെല്ലാം ക്ലിയറാക്കി വെച്ചിട്ടുണ്ട്. റസൂലുള്ള പറയുന്നു, റസൂലുള്ളാഹിയോട് പറയുന്നു, നബിയെ, തങ്ങളും കുറച്ചാളുകളും വരണം, എല്ലാവർക്കും കൂടിയുള്ള സൗകര്യമില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, യാ അഹ്ലൽ ഖന്ദഖി, ഖന്ദഖിലുള്ളവരെ, ഇന്ന ജാബിറൻ സനാ സുവറൻ ഫഹയ്യാരാ. ജാബിർ റളിയല്ലാഹു അൻഹു സദ്യ ഒരുക്കിയിട്ടുണ്ട്, നമുക്ക് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകണം, എല്ലാവരും വരും. മഹാനായ റസൂലുള്ളാഹി ജാബിറിനോട് പറഞ്ഞു, ജാബിറേ, നീ പെട്ടെന്ന് വീട്ടിൽ ചെന്നിട്ട് ഒരു കാര്യം ചെയ്യണം. മാവ് അവിടെ നിൽക്കട്ടെ, റൊട്ടി നമുക്ക് വന്നതിന് ശേഷം ചുടാം. അടുപ്പത്തുള്ള ആ കറയുടെ പാത്രം താഴെ ഇറക്കാനും പാടില്ല, അതിങ്ങനെ വെന്തുകൊണ്ടിരിക്കട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ വന്നു. ആ മാവിലും അതുപോലെ കറയിലുമൊക്കെ ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, ബറക്കത്തിന് വേണ്ടി അതിലേക്ക് അവിടുത്തെ ഉമിനീരാക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തു. എന്നിട്ട് റൊട്ടി ചുടുന്ന സഹോദരിയെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഫൽതഖ്ബിസ് മഅക മഅകി, നിന്നോട് കൂടെ അവളും റൊട്ടി ചുടട്ടെ. വഖദഹി മിൻ ബുർമതികും വലാ തൻസിലൂഹാ, അടുപ്പത്തുനിന്ന് തന്നെ എനിക്കറിയെല്ലാം എടുത്തു തരണം. ആ പാത്രം പുറത്തേക്ക് താഴോട്ടിറക്കാൻ പാടില്ല. അങ്ങനെ ബഹുമാനപ്പെട്ട സ്വഹാബാ കിറാം പറയുന്നു, 1000-ഓളം ആളുകളുണ്ട്. എല്ലാവർക്കും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫവഖസിമ ബില്ലാഹി ലഅകലു വത്താ തറകൂഹു. അള്ളാഹുവിന്റെ റസൂൽ അവർക്ക് എല്ലാവർക്കും വിഹിതിച്ചു കൊടുത്തു, എല്ലാവരും ഭക്ഷിക്കുകയും ചെയ്തു. ഭക്ഷണം കഴിഞ്ഞ് വളരെ റാഹത്തോട് കൂടെ അവരെല്ലാവരും തിരിഞ്ഞു പോകുമ്പോൾ, ഞങ്ങളുടെ മാംസക്കലം മുമ്പുണ്ടായിരുന്നത് പോലെ തന്നെ ഇപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോതമ്പ് മാവ് കൊണ്ട് റൊട്ടി ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉണ്ടായിരുന്ന രീതിയിൽ തന്നെ അത് ഇപ്പോഴുമുണ്ട്, ചുരുങ്ങിയിട്ടില്ല. 1000-ഓളം വരുന്ന സ്വഹാബാ കിറാം റൊട്ടി കഴിച്ചു, അവര് വെള്ളം കുടിച്ചു, അവർക്ക് വേണ്ടതൊക്കെയും അവര് ചെയ്തു. എന്നിട്ട് പോലും ഒന്നും സംഭവിക്കാതെ ചുരുങ്ങാതെ നിൽക്കുമ്പോൾ എന്തോ ഒരു വലിയ അത്ഭുതമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എത്ര വലിയ മഅ്ജിസാണ് അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു തആല കൊടുത്തിട്ടുള്ളത്. മഹാനായ മുഹമ്മദ് ബിൻ റബീ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇദാ തവല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാദൂ യഖ്തതിലൂന അലാ വദൂഇഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗസ്ഥാനം നടത്തിയ വുദൂ ചെയ്ത വെള്ളം ലഭിക്കാൻ വേണ്ടി ജനങ്ങൾ അതിൽ മൽപിടുത്തം നടക്കാറുണ്ടായിരുന്നു, മത്സരിക്കാറുണ്ടായിരുന്നു. എനിക്ക് കിട്ടട്ടെ എന്നുള്ള നിലക്ക് അവര് ആർത്തിയോടുകൂടെ വലിയ ആവേശത്തോടുകൂടെ അതിലേക്ക് വരാറുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല മഹാനായ റസൂലുള്ളാഹിനെ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അബൂ ജുഹൈഫ റളിയല്ലാഹു അൻഹു പറയുന്നു, തോലിന്റെ ചുവന്ന കൂടാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ വെച്ചു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കയിൽ വെച്ച് ഞാൻ കണ്ടു. ബിലാൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വുളൂ എടുക്കാനുള്ള വെള്ളവുമായി നിൽക്കുന്നതും ഞാൻ കാണുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളൂ എടുക്കുമ്പോൾ അതിന്റെ ബാക്കി വെള്ളത്തിന് വേണ്ടി ആളുകൾ ധൃതി കൂട്ടി മുന്നോട്ട് നീങ്ങുകയായിരുന്നു. ബാക്കി വെള്ളം കിട്ടിയവർ അതുകൊണ്ട് ശരീരത്തിൽ തടവുന്നു. വെള്ളം കിട്ടാത്തവരോ കിട്ടിയവരുടെ കയ്യിന്റെ നനവിൽ നിന്ന് പിടിക്കുകയും ചെയ്യുന്നു. പിന്നെ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു അവിടെ ഒരു കുന്തത്തെ നാട്ടുകയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുന്തത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഇമാമത്തായി നിസ്കരിച്ചു. ഇമാമത്ത് നിന്നുകൊണ്ട് നിസ്കരിച്ചു. വഖറജ റസൂലുള്ളാഹി ഫീ ഹുല്ലത്തിൻ ഹംറാ മുശമ്മിരിൻ വസല്ലാ ഇലൽ അൻസത ബിന്നാസി റകഅത്തൈനി 2 റകഅത്ത് നിസ്കരിച്ചു. വറഅയ്തു الناس والدواب يمرون بين يدي الأنزا ആ കുന്തത്തിന്റെ മുൻഭാഗത്തിൽ കൂടെ ജനങ്ങളും അതുപോലെ മൃഗങ്ങളൊക്കെയും നടക്കുന്നത് ഞാൻ കാണുമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട അബീ ജുഹൈഫ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഗൽഭരായ സ്വഹാബാ കിറാം ആ ഹബീബിനോടുള്ള സ്നേഹത്തിന് വേണ്ടി ചെയ്തു വന്നിരുന്ന അത്ഭുതകരമായ സംഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകുകയാണ്. മഹാനായ മുഹമ്മദ് ബിൻ മുൻകദർ റളിയല്ലാഹു അൻഹു പറയുന്നു, സമീഅത്തു ജാബിറ, ഞാൻ ജാബിർ റളിയല്ലാഹു അൻഹു കേട്ടു യഖൂലു പറയുന്നതായിട്ട്, ജാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഊദുനി, റസൂലുള്ളാഹി എന്നെ സന്ദർശിക്കാൻ വരികയാണ്. വാന മരീദുല്ലാഹിലു, ഞാൻ രോഗം പിടിച്ചുകൊണ്ട് കിടക്കുകയാണ്, ഞാൻ ബോധരഹിതനാണ്. അല്ലാഹുവിന്റെ റസൂൽ വുളൂ ചെയ്തു. വുളൂ ചെയ്തതിനു ശേഷം ബാക്കിയുള്ള വെള്ളം എനിക്ക് എന്റെ ശരീരത്തിൽ ചൊരിച്ചോ. നേരമാണ് എനിക്ക് ബോധം തെളിഞ്ഞത് എന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ മുൻകദർ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ വെള്ളം കൊണ്ട്, ഹബീബിന്റെ വുളൂഇന്റെ വെള്ളം കൊണ്ട് ബോധമില്ലാതെ കിടക്കുന്ന ആളുകളെ ബോധമുണ്ടാക്കാൻ വരെ അല്ലാഹു തആല ഖുദ്റത്ത് കൊടുക്കുകയാണ്, കഴിവ് കൊടുക്കുകയാണ്. ബറാഅ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്നാമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് കൂടെയാണ്. 1400 ആളുകൾ ഉണ്ടായിരുന്നു. യൗമുൽ ഹുദൈബിയ, ഹുദൈബിയ ദിവസത്തില് അവിടെ ഒരു കിണറുണ്ട്. ഞങ്ങൾ ആ കിണറ്റിന്റെ ഭാഗത്ത് ഇറങ്ങി. ആ കിണറ്റിന്റെ ഭാഗത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഫലം നതുറുകു ഫീഹാ ഖുത്റാ, കിണറ്റിന്റെ അരികെ ഇരുന്നു. അല്പം വെള്ളം കൊണ്ടുവരാൻ, അല്പം വെള്ളം ലഭിക്കണമെന്ന് കരുതിയപ്പോൾ ഒരു തുള്ളിയും ബാക്കിയാവാത്ത നിലക്ക് വെള്ളം തീർന്നു പോയിട്ടുണ്ട്. അള്ളാന്റെ റസൂലിന്റെ അരികെ ചെന്നിട്ട് പറയുകയാ, ഹബീബേ, വെള്ളം തീർന്നുപോയി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നുകൊണ്ട് ആ കിണറ്റിന്റെ ഒരു വക്കിൽ നിൽക്കുന്നു. എന്നിട്ട് ഒരു പാത്രം കൊണ്ടുവരാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. മിമ്മായിൻ, വെള്ളത്തിന്റെ പാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളൂ എടുത്തു. പിന്നെ വായിൽ വെള്ളം കുപ്പിളിച്ചു. പിന്നീട് ദുആ ചെയ്തു. പിന്നെ ആ കിണറ്റിലേക്ക് വെള്ളം ചൊരിക്കുകയും ചെയ്തു. പിന്നെ പറഞ്ഞു, ഒരൽപ്പം കഴിയട്ടെ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടതൊക്കെയും നിങ്ങൾ കുടിക്കുക, നിങ്ങൾ ഉപയോഗിക്കുക, നിങ്ങളെ വാഹനങ്ങൾക്ക് വേണ്ടതും നിങ്ങളുടെ മൃഗങ്ങൾക്ക് വേണ്ടതും നിങ്ങൾ നൽകണമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാ കിറാമിനോട് പറയുമ്പോൾ അവര് യാത്ര തിരിക്കുന്നത് വരെ, യാത്ര പോകുന്നത് വരെ അവർക്ക് ഉപയോഗിക്കാൻ അതിൽ വെള്ളമുണ്ടായിരുന്നു എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാ, അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഇമാം സുഹരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളൂ ചെയ്യുകയോ മൂക്ക് പിഴിയുകയോ ചെയ്താൽ അതിനു വേണ്ടി ജനങ്ങൾ മത്സരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ആ മൂക്ക് പിഴിഞ്ഞത് കൊണ്ടും അതുപോലെ വുളൂ ചെയ്തത് കൊണ്ടുമൊക്കെ ജനങ്ങൾ മുഖവും ശരീരവും തടവുകയാണ് ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? മഹാന്മാരായ സ്വഹാബാ കിറാം അവിടെ നിന്ന് പറയുകയാണ്, അതുകൊണ്ട് ബറക്കത്തിനെ ആഗ്രഹിക്കുന്ന നബിയേ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കാര്യം കേട്ടപ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞില്ല, പക്ഷേ ചില നിർദ്ദേശങ്ങളും കൂടെ കൊടുക്കുകയാണ്. അള്ളാന്റെ റസൂല് പറയുന്നു, അള്ളാഹുവിന്റെയും റസൂലിന്റെയും സ്നേഹം ആഗ്രഹിക്കുന്ന ഒരാൾ സത്യം പറയട്ടെ, കളവ് പറയരുത്. കളവ് പറയുന്നവൻ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നവനല്ല, അള്ളാഹുവിനെ സ്നേഹിക്കുന്നവനെല്ലാം. വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട വസ്തുക്കൾ നമ്മുടെ അരികെയുണ്ടെങ്കിൽ അതിന്റെ അഹ്ലുകാരിലേക്ക് അതിനെ തിരിച്ചു കൊടുക്കട്ടെ, അമാനത്തിനെ വീട്ടട്ടെ. അമാനത്തിന്റെ വിശദീകരണം വളരെ വലിയതാണ്. ആ അമാനത്തിനെ കൊടുക്കട്ടെ, ഒരാളെയും ചതിക്കരുത്. വലാ യുഹ്ദി ജാറഹു,
അവന്റെ അയൽവാസികളെ അവൻ ബുദ്ധിമുട്ടിപ്പിക്കുകയും ചെയ്യരുത് എന്ന് ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാന്മാരായ സ്വഹാബ കിറാമിനോട് ഉണർത്തുകയാണ്. ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഭാവത്തിൽ നിന്ന് ഒരുപാട് നന്മകൾ നേടിയെടുക്കാൻ നമുക്ക് സാധ്യമാകുകയാണ്. അള്ളാഹുവിന്റെ ഹബീബിനെ വേണ്ടതുപോലെ മനസ്സിലാക്കി ആ ഹബീബിനെ സ്നേഹിച്ചുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും വിജയം നേടാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.